മച്ചന്മാരെ ശരിക്കും കൊത്തു കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സമയം ഒട്ടും പാഴാക്കാതെ അടുത്ത ബെയ്റ്റ് ഇടുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അടുത്തവനെ പൊക്കണം. മുട്ടൻ കരിമീനുകളും ഇതിലൂടെ പതുങ്ങി നടക്കുന്നുണ്ട്. അമ്മ നമ്മുടെ ബെയ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കത്തില്ല. നമുക്ക് അതേ സ്പോട്ടിൽ തന്നെ ബെയ്റ്റ് ഇട്ട് കൊടുക്കാം. ഫ്ലോട്ട് ശരിക്കും നിരീക്ഷിച്ചേക്കണം. ഏത് സമയത്ത് വേണമെങ്കിലും ഒരു തകർപ്പൻ മീൻ നമ്മുടെ ഫ്ലോട്ട് അടിച്ച് താത്തിക്കൊണ്ട് പോവാം. അടിക്കുന്നതല്ല, നല്ല സൂപ്പർ സൈസ് മീനുകളായിരിക്കും. ജസ്റ്റ് മിസ്സ് മീൻ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്തിരുന്നു. പക്ഷേ നമുക്ക് ഹുക്കപ്പിൻ്റെ ടൈമിങ് അല്പം ഒന്ന് പാളിപ്പോയി. ഹുക്കപ്പിൻ്റെ ടൈമിങ് പാളിക്കഴിഞ്ഞാൽ മീൻ മിസ്സായി പോവും. നമ്മൾ അടുത്ത ബെയ്റ്റ് കുറയ്ക്കുകയാണ്. മീനുകളുടെ സാന്നിധ്യം ശരിക്കും ഉണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് മീൻ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഓക്കെ കേസാണ്. കുറച്ചൊന്ന് ട്രൈ ചെയ്യേണ്ടി വരും. എന്നാലും നമുക്ക് ഇപ്പോൾ തന്നെ അവനെ പൊക്കാം. നമ്മൾ ഇതുപോലൊരു ഉണ്ടയാക്കിയിട്ട് അതേ സ്പോട്ടിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് അടുത്ത അടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഏത് നിമിഷം വേണമെങ്കിലും മീൻ നമ്മുടെ ഫ്ലോട്ട് അടിച്ച് താത്തിക്കൊണ്ട് ഓടാം. ആ ഓടുന്നത് സൈസ് മീനാണെങ്കിൽ മീൻ കുത്തുണ്ട് ഫ്ലോട്ട് നിരീക്ഷിക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. ആ ഫ്ലോട്ടൊന്ന് താഴാനുള്ള കാത്തിരിപ്പിലാണ്. താന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സമയം കൊടുക്കരുത്. കുത്തിക്കൊണ്ട് ഓടിക്കഴിഞ്ഞു. സെക്കൻഡ് കൊടുക്കുന്നുണ്ട് മീൻ കുത്തിക്കൊണ്ട് പോകുന്ന കുറുവ, അതുപോലെ തന്നെ കരിമീൻ, മുട്ട, സിലോപ്പിയ പോലുള്ള മീനുകളാണ് നമുക്ക് ഇവിടുന്ന് കഴിച്ചുകൊണ്ട് കിട്ടാറ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഏത് നിമിഷം വേണമെങ്കിലും ഒരു വമ്പ മീൻ്റെ അടി നമുക്ക് ചൂണ്ടയിൽ ഇവിടുന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ അടുത്ത ബെയ്റ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഫ്ലോട്ടിൻ്റെ ഓരോ ചലനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് നിന്നാൽ മതി. മീൻ എന്തായാലും അടിക്കും. നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അപ്പോൾ നമുക്ക് ഹുക്കപ്പ് കൊടുക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കാം. ഫ്ലോട്ട് മീൻ കുത്തുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഒരു തീപ്പിടിച്ച് അടി കുത്തിക്കൊണ്ട് പോയി. മച്ചാന്മാരെ കുത്തിക്കൊണ്ട് പോയി. ജസ്റ്റിനാണ് പോയത്. ജസ്റ്റിന് അത് കയറേണ്ടായിരുന്നു, കുറുവയായിരുന്നു തോന്നുന്നു. നല്ല സൈസൊരു കുറുവയാവാനാണ് ചാൻസ്. അപ്പോൾ നമുക്ക് സമയം ഒട്ടും പാഴാക്കാം. നമ്മുടെ ഹുക്കിൻ്റെ നല്ലൊരു ഹുക്കാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മീൻ നല്ലൊരു കുത്തിയിട്ട് ഹുക്കപ്പിൻ്റെ ടൈമിങ് പ്രോപ്പറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ മിസ്സാവത്തൊന്നുമില്ല. നമുക്ക് അവനെ കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ബെയ്റ്റ് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. എന്തായാലും നമുക്ക് ഒരു നല്ലൊരു മീനെ ഇപ്പോൾ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. കൂടുതലും കരിമീനൊക്കെ കയറി അടിക്കാനുള്ള എല്ലാ സാഹചര്യവും കാണുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെ 1 കിലോ ഉള്ള കരിമീൻ വരെ കഴിച്ചുകൊണ്ട് കിട്ടാറുള്ളതാണ്. അതുകൊണ്ട് നല്ല കെയർഫുള്ളായിട്ട് നമ്മൾ ഫ്ലോട്ട് നിരീക്ഷിച്ച് നോക്കി നിൽക്കണം. അടിച്ചിട്ടുണ്ടെങ്കിൽ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് റെഡിയായിട്ട് നിന്നോളണം. ഫ്ലോട്ട് അടിച്ച് താത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മച്ചന്മാരെ പോയി ജസ്റ്റ് മിസ്. ശരിക്കും മീൻ കൊത്തുന്നുണ്ട്.